ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്കേ ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കുണ്ടാക്കാം. അതിന് ഞാൻ 2 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. കൂടാതെ ബോണില്ലാത്ത കുറച്ച് ചെറിയ കഷ്ണങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പീസും നന്നായിട്ട് ഡീപ്പായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഡീപ്പായിട്ട് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മസാലകളെല്ലാം ഈ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതുപോലെ. ആദ്യമായിട്ടാണ് കൂട്ടുകാരൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ലൈം ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ഉപ്പ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതുപോലെ കൈകൊണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ ഉപ്പ്, ഈ നാരങ്ങ നീര് ഇതെല്ലാം നന്നായിട്ട് ഈ ചിക്കൻ പീസിൽ പിടിക്കത്തക്ക വിധത്തിൽ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ മസാലകൾ ഇതിനകത്തുനിന്ന് നന്നായിട്ട് പിടിക്കും. ഇനി ഞാൻ ഇതിനു വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് തൈര്, അതായത് അധികം പുളിയില്ലാത്ത തൈര്. ഞാനിവിടെ യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. യോഗട്ട് എടുക്കുകയാണെങ്കിൽ അധികം പുളി കാണില്ല, അതുകൊണ്ട് യോഗട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ചാറ്റ് മസാല, കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇനി ഒരു 1.5 സ്പൂണോളം കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ മസാലയിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കനകത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇനി ഈ മസാലയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ അത് തന്നെയല്ല, ചാറ്റ് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് അതും ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് പുരട്ടാം. ഇതേപോലെ നന്നായിട്ട് പുരട്ടി നമുക്ക് യോജിപ്പിക്കാം. കണ്ടല്ലോ, അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തും എല്ലാം ഈ മസാല പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതെന്നിട്ട് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ട്രേയിലെടുത്ത് വെക്കാം. ഇത് ഞാൻ മൈക്രോവേവിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ മൈക്രോവേവിലെ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ ചിക്കൻ പീസെല്ലാം കൂടെ എടുത്ത് നിരത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, മസാലകളെല്ലാം ഈ ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കത്തക്ക വിധത്തിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 45 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്നുകൂടെ ഒന്നെടുത്ത് വെളിയിലെടുക്കാം. എടുത്ത് നോക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് തിരിച്ചിടാം, ഇതിൻ്റെ പീസസ് എല്ലാം കൂടെ. ഇത് ചൂടുണ്ട്, കൈ പൊള്ളല്ല. നമ്മൾ ഈ ചെറിയ പീസസൊക്കെ തിരിച്ചിടുമ്പോഴേക്കും ഒരു ഇതേപോലെയുള്ള ഒരു ചട്ടുകം പോലുള്ള സാധനം എന്തെങ്കിലും കൊണ്ടുവേണം അത് തിരിച്ചിടാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക്
ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതിന് വേണ്ടി ഒരു പുതിനയില ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്.